ശ്രീമതി പി സതീദേവി, ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ സമയവും നിയമപരമായി സർക്കാരിന് മുന്നിൽ യാതൊരു തടസ്സവും ഇല്ലാതിരുന്നിട്ടും പുറത്തുവിടാം എന്ന തരത്തിലായിരുന്നു നിയമോപദേശം എന്നിരിക്കും. എന്തുകൊണ്ടാണ് അത് പുറത്തുവിടേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഒരു ദുരൂഹ തീരുമാനം? ശ്രീ ഹാഷ്മി, കേൾക്കാം മാഡം, പറഞ്ഞോളൂ. ഈ ഓഗസ്റ്റ് 13 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശ്രീ സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് ഹൈക്കോടതി മുമ്പാകെ നൽകിയ ഹർജിയുടെ ഭാഗമായി റിപ്പോർട്ട് പുറത്തുവിടാനേ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഹർജിയിന്മേൽ വിധി പ്രസ്താവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 13 ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 13 കഴിഞ്ഞ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഒരാഴ്ചക്കാലം പൂർത്തിയാവുന്നത്. തീർച്ചയായിട്ടും ആ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ലെങ്കിലാണ് പിന്നീട് തുടർ നടപടികൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കഴിയുക. ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇന്നലെ പൊടുന്നനവെ ശ്രീമതി ഒരു സിനിമ നടി കൂടിയായിട്ടുള്ള രഞ്ജിനി ഹൈക്കോടതി മുമ്പാകെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് താൻ്റെ അറിവോടുകൂടി താൻ കൂടി റിപ്പോർട്ട് കണ്ടതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി ഹൈക്കോടതി മുമ്പാകെ അപേക്ഷ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഹർജി പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഷീ ഹാസ് നോ ലോക്കസ് സ്റ്റാൻഡി എന്നാണ്. അവർക്ക് ഇത്തരം ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിനുള്ള അവകാശമോ ആ ഹർജിക്ക് യാതൊരു നിലനിൽപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക്, അത് വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മേൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട്. തിങ്കളാഴ്ച ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് കരുതുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഡയറക്ഷൻ പ്രകാരം പറയുന്നത് സാംസ്കാരിക വകുപ്പിനോ സർക്കാരിനോ അതിൽ ഉത്തരവാദിത്തമില്ലെന്നാണ്. അതെങ്ങനെയാണ്? കസ്റ്റോഡിയൻ സാംസ്കാരിക വകുപ്പാണ്. മന്ത്രി പഴിചാരുന്ന ഈ SPIO എന്ന് പറയുന്നയാൾ സാംസ്കാരിക വകുപ്പിന്റെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ മന്ത്രി പറയുമ്പോൾ സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമില്ല. ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തുവിടുന്നതിന് വേണ്ടി ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ SPIO. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് നിർവഹിക്കാൻ തിങ്കളാഴ്ച വരെ സമയമുണ്ട്. അതിനിടയിലാണ് ഈ രഞ്ജിനി എന്ന സിനിമാ നടി ഈ റിപ്പോർട്ട് വിടുന്ന സർക്കാർ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരായി ഹൈക്കോടതിയെ തന്നെ സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഒരു തീർപ്പ് അന്തിമമായിട്ട് ഈ കാര്യത്തിൽ രഞ്ജിനി ഫയൽ ചെയ്തിട്ടുള്ള ഹർജിക്ക് നിലനിൽപ്പില്ല എന്നുള്ള സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള സ്ഥിതിയിൽ അതിൽ സ്വാഭാവികമായിട്ടും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം വന്നതിന് ശേഷം അത് പുറത്തുവിടുന്നതായിരിക്കും ഉചിതമെന്നായിരിക്കും SPIO കരുതിയിട്ടുണ്ടാവുക. കോടതിയിലേക്ക് പോകുന്നു മാഡം തന്നെ പറയുന്നത് പോലെ ഈ പരാതിക്ക് തന്നെ പ്രസക്തിയില്ലെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചെന്ന് മാത്രമല്ല, അതിൽ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ നിയമപരമായി അത് പുറത്തുവിടാൻ സർക്കാരിന് മുന്നിൽ ഒരു പ്രശ്നവും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഓരോ തവണയും പുറത്തുവിടാൻ വരുമ്പോഴും ഏതെങ്കിലുമൊക്കെ സജിമോന്മാർ അവതരിക്കും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഘട്ടത്തിൽ ഓരോരോ ഹിൻഡ്രൻസുകൾ നമ്മൾ കാണുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുക പുറത്തുവിടാതിരിക്കാനുള്ള ന്യായം എന്താണ് മാഡം? ശ്രീമതി രഞ്ജിനി മുൻപൊരു സന്ദർഭത്തിലും ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു വാദവുമായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ഹൈക്കോടതി ആ രഞ്ജിനി ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയിൽ തീരുമാനമെടുത്തതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സ്വാഭാവിക നീതിക്ക്. രഞ്ജിനി തന്നെ ഹൈക്കോടതി മുമ്പാകെ തൻ്റെ ആശങ്കകൾ തൻ്റെതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിലൊരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അത് പുറത്തുവിടുന്നതായിരിക്കും അത് സാമാന്യ യുക്തിക്കും സാമാന്യ നീതിക്കും നിരക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും നീക്കം നടത്തുന്നതായി തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പലയാവർത്തി ഇതിപ്പോ വർഷം 4 ആവുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ എന്റെയും അങ്ങയുടെയും ഒക്കെ എന്താണ് വരുമാനം നികുതി അടയ്ക്കുന്നതുണ്ടാക്കി 1 കോടി മുടക്കിയ റിപ്പോർട്ടാണ്. അത് പുറത്തു വരാതിരിക്കാൻ ആരെങ്കിലും നീക്കം നടത്തുന്നുണ്ടോ മാഡം? തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടില്ല.
പല കാര്യങ്ങളും വളരെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ തന്നെ ചില പ്രത്യേക ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് സർക്കാർ തയ്യാറാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹം തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് സ്ത്രീകളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏത് തൊഴിൽ മേഖലയിലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിയമപ്രകാരം സജ്ജമാക്കേണ്ടുന്ന പരാതി പരിഹാര സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സിനിമാ നടിമാരുടെയും നടന്മാരുടെയും ഒക്കെ സേവന വേതന വ്യവസ്ഥകൾ, അവരുടെ സുരക്ഷിതത്വം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവുക, ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ടല്ലാതെ വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാത്ത വിധത്തിൽ അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതിനിടയിലാണ് ശ്രീമതി രഞ്ജിനി ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വാക്കാലുള്ള ഒരു പരാമർശം മാത്രമായിരുന്നു. ഇത് വൈകിപ്പിക്കാൻ കാരണമായ ഹേതുവായ ഒരു അനാവശ്യ ഹർജിയായി തോന്നുന്നുണ്ടോ? കമ്മീഷൻ ആ ഹർജി പരിശോധിച്ചിട്ടില്ല. ഹൈക്കോടതി മുമ്പാകെയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും പരിശോധിച്ചതിന് ശേഷം അവർക്ക് അത്തരത്തിലുള്ളൊരു ഹർജി ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതിയുടെ തീർപ്പ് ആ കാര്യത്തിൽ വരുന്നത്. ഒരു സ്വാഭാവിക നീതിക്ക് നിരക്കുന്ന വിധത്തിൽ ഹൈക്കോടതി മുമ്പാകെ, പ്രത്യേകിച്ച് ഈ കമ്മിറ്റി, ഹേമ കമ്മിറ്റി മുമ്പാകെ തെളിവ് കൊടുത്തിട്ടുള്ള ഒരു നടി കൂടിയായിട്ടുള്ളൊരു സ്ത്രീയുടെ പരാതി ഹൈക്കോടതി മുമ്പാകെ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും. ഈ കോടതി നിശ്ചയിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിട്ടില്ല, തിങ്കളാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയം വരെ, ആ സമയത്തിനുള്ളിൽ അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. തീർച്ചയായിട്ടും അത് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്.